വഴിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മന്തി തീരുന്നതിന് മുന്നേ ഇക്കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു ഉസ്താദ് നടത്തിയിട്ടുള്ള ഒരു സംസാരം, ഒരു പ്രസംഗം അത് കേൾക്കാനിടയിൽ കുറേ ആളുകൾ അയച്ചു തന്നു. അപ്പോൾ അതൊന്ന് കേട്ടിട്ട് ചില കാര്യങ്ങൾ പറയണം. കാരണം ഈ സുഡാപ്പി സുനിത കേൾക്കാനും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുന്നു? നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് തനിക്കറിയാൻ മേലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. തനിക്ക് മന്തി വാങ്ങി നക്കാൻ ആയുർവേദ ഡോക്ടറാണെന്നൊക്കെ സ്വയം പറയുന്നു. ഇന്ന് വരയ്ക്കും നീ ആ തൊഴിലിന് പോകുന്നതായിട്ട് നമ്മളൊട്ടും കണ്ടിട്ടുമില്ല, താനൊട്ടും കാണിച്ചു തന്നിട്ടുമില്ല. 24 മണിക്കൂറും സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ ഇസ്ലാമിനെ വിമർശിക്കുക എന്നതിൻ്റെ പേരിൽ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പരദൂഷണം വേറെ, വിമർശനം വേറെ. അങ്ങനെ ഇസ്ലാം മതത്തെ പരദൂഷണം പറഞ്ഞ് അതിൽ കിട്ടുന്ന പണം വാങ്ങി നക്കി 3 നേരം നക്കി തിന്ന് അതിൽ ശരീരം വീർപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വേട്ടാവിളിയനാണ് താൻ. മനസ്സിലായോ? നമ്മൾ ഈ സംഘികളെ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തോന്നലുണ്ടാവാൻ സംഘികളെ താൻ സുഖിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നതെന്ന് ഒരു തോന്നലല്ല, അതല്ലേ വാസ്തവം അമ്പാനെ. താനൊരു യൂട്യൂബ് ചാനലും തുടങ്ങി ഇസ്ലാം മതത്തെ വിമർശിക്കുക എന്നതിൻ്റെ പേരിൽ പരദൂഷണം പറഞ്ഞുകൊണ്ട് സംഘികളെ സൂചിപ്പിക്കുന്നു. ആ സുഖത്തിൽ സംഘികൾ പുളകം കൊള്ളുന്നു. ആ പുളകത്തിൻ്റെ നന്ദിയായിട്ട് സംഘികൾ പട്ടിക്ക് എല്ല് കഷ്ണം ഇട്ട് കൊടുക്കുന്നത് പോലെ സംഘികൾ തനിക്ക് എല്ല് കഷ്ണം ഇട്ട് തരുന്നു. ഒരു ഉളുപ്പും കൂടാതെ ആ എല്ല് കഷ്ണം നീ വായി കൊണ്ട് കപ്പിക്കൊണ്ട് സംഘികൾക്ക് വാലാട്ടി നന്ദി കാണിക്കുന്നു. അതല്ലേ വാസ്തവം അമ്പാനെ. ഇതൊക്കെ മനസ്സിലാക്കണ്ടേ അമ്പാനെ? ഇതൊന്നും മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട അമ്പാനെ. അല്ല ആയുർവേദ ഡോക്ടറെ. ഭിഖാരി അബൂ ലഹബിൻ്റെ ഭീകരാന്ത്യം എന്താണെന്നുള്ള ഉസ്താദ് പഠിപ്പിക്കും. യൂട്യൂബിലൂടെ ക്യാഷ് ഉണ്ടാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ അധിക്ഷേപിക്കുന്ന യുക്തിവാദി ആരിഫ് ഹുസൈനുള്ള താക്കീത് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ് ഇത്. നമുക്ക് കാണാം. ഇവിടെ നീ വാക്കുകൾ കൊണ്ട് നബിയെ ആക്ഷേപിച്ചു. ഇവിടെ നീ വാക്കുകൾ കൊണ്ട് നബിയെ ആക്ഷേപിക്കുമ്പോൾ നീയും നിന്റെ സംഘിക്കൂട്ടങ്ങളും മനസ്സിൽ കരുതുന്നത് എന്തായിരിക്കും അറിയോ? നബിയെ ആക്ഷേപിക്കുമ്പോൾ മുസ്ലിംകൾ തളരുമെന്നായിരിക്കും. ഒരു മൈരുമില്ല. കാരണം സ്വന്തം തന്തയെ അളിയ എന്ന് വിളിച്ച് നടക്കുന്ന നീ നബിയെ ആക്ഷേപിച്ചില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. സ്വന്തം തന്തയെ അളിയ എന്ന് വിളിച്ച് നടക്കുന്ന നീ സ്വന്തം ഉമ്മയെ എന്തായിരിക്കും വിളിക്കുക? അങ്ങനെ ഉമ്മയെ ഒന്നും പ്രത്യേകിച്ച് എനിക്ക് വിളിക്കാനുണ്ടാവില്ല. കാരണം നൊന്ത് പ്രസവിച്ച ഉമ്മയുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്ന് പഠിപ്പിച്ചെടുക്കുന്ന സ്വതന്ത്രചിന്തകന്മാരിൽപ്പെട്ടവനല്ലേ നീ? അല്ലടാ ആരിഫ് ഹുസൈനെ, എച്ച് മുസ്ലിമുകാരാ. രഹസ്യമായിട്ടത് തിരുത്തും, ഉറപ്പാണ്. കാലം അവർക്ക് ശക്തമായ താക്കീത് കൊടുക്കും, ശക്തമായ ശിക്ഷ നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിച്ചതാകുന്ന ഒരാൾക്ക് പോലും അല്ലാഹു മറുപടി നൽകാതിരുന്നിട്ടില്ല. പരിശുദ്ധമായ ഖുർആൻ പരസ്യമായി ഉച്ചത്തിൽ ഓതുകയാണ് കഅബയുടെ പരിസരത്ത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ 6ാമത്തെ മുസ്ലിം അല്ലേ? ആവേശത്താൽ കഅബയുടെ പരിസരത്ത് വന്നു. അല്ലടാ എച്ച് മുസ്ലിമുകാരാ, ഈ ആട് പ്ലാവല തിന്നുന്നത് പോലെ നീ ഈ വീടിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഈ മന്തി ഇങ്ങനെ വാരി തിന്നുണ്ടല്ലോടാ. നിന്റെ പെണ്ണുമ്പിള്ള നേരത്തെ ഒന്നും തിന്നാൻ തന്നില്ലേ? അതോ ഞാൻ റിച്ചാണ് എന്ന് കാണിക്കണോ ജനങ്ങളോട്? അതോ ഞാൻ ഇസ്ലാമിനെ പരദൂഷണവും കുറ്റവും പറഞ്ഞ് അതിൽ കിട്ടുന്ന പൈസ വെച്ചിട്ടാണ് ഈ മന്തി തിന്നുന്നത് സിംബാളിക്കായിട്ട് കാണിക്കുകയാണോ? അതോ ആ പണ്ഡിതൻ അവിടെ പ്രസംഗിക്കുന്നുണ്ട്, ആ പ്രസംഗത്തെ ആക്ഷേപിക്കുകയാണോ? പരനാറി, നീ എന്ത് തേങ്ങ കാട്ടിയാലും ഒരു കാര്യം വ്യക്തമായി, കഴിക്കുന്ന ഭക്ഷണത്തോട് പോലും ഒരു മര്യാദ കാണിക്കാൻ അറിയാത്ത ഒരു പരനാറിയാണ് നീ എന്നുള്ളത് അതിൽ വ്യക്തമായി. പിന്നെ പറയണ്ടല്ലോ നിൻ്റെ ആറ്റിറ്റ്യൂഡ്, നിൻ്റെ രീതി എന്താണെന്നുള്ളത്. വെറും കൂതറയായിരിക്കും എന്നുള്ളത് അതിൽ തന്നെ മനസ്സിലാക്കി തന്നില്ലടാ തീട്ടപ്പണ്ടാരമേ. സുദിനത്തിൽ ആദരവായ പ്രവാചകർ മാർച്ച് ചെയ്യുകയാണ്. 1000ഓളം വരുന്ന ശത്രുക്കളുമായി അബൂജഹൽ മക്കയിൽ നിന്ന്. മൈലാണ്ടി, ചായ കുടിക്കണോ? ചായയാണോ പാലിന്റെ പകരം ഗോമൂത്രം കലക്കിയിട്ട് കുടിക്കണോ? മണ്ണുണ്ണി വരതാറി തുടങ്ങട്ടെ. നബിതങ്ങൾ പറയുകയാണ്, ഇബ്നു മസ്ഊദ് വർഷങ്ങൾക്ക് മുമ്പ് പുറകോട്ടെന്ന് നീ ചിന്തിക്കണേ. നീ ഖുർആൻ പരസ്യമായി ഓതിയതിന്റെ പേരിൽ അല്ലാഹുവിന്റെ കലാം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പരസ്യമായി പ്രബോധനം നടത്തിയതിന്റെ പേരിൽ നിന്റെ മുഖത്തടിച്ച് നിന്റെ ചെവി പൊട്ടിച്ചതാകുന്ന അബൂജഹലിന് ഇന്നിതാ ചെവി തൂക്കി പിടിച്ചുകൊണ്ട് തല വെട്ടിയെടുത്ത് എന്റെ മുന്നിൽ വന്നതാകുന്ന പ്രിയപ്പെട്ട സ്വഹാബി അൽ ഉദ്നു ബിൽ ഉദ്നി വറഉസു സിയാദ. ചെവിക്ക് ചെവിയാണ് മറുപടി കേട്ടോ, തല അധികമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് മുഹമ്മദ് മുസ്തഫ ഈ വയലൻസിനെ എങ്ങനെയാണ് ഈ മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് കുത്തിയിറക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത്. നമ്മളിതിന് മുന്നേ മഅദനിയുടെ ഒരു വീഡിയോ പ്ലേ ചെയ്ത് ഓർക്കുന്നുണ്ടാവും. അതായത് മുഹമ്മദ് നബിയെ വിമർശിച്ച ആളെ സ്വന്തം വാപ്പാൻ്റെ തല വെട്ടിയെടുത്ത് ഫുട്ബോൾ പോലെ തെറിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇപ്പം എന്തിനാണ് പരനാറി ഇതിനകത്ത് അബ്ദുൽ നാസർ മദനിയെ കൊണ്ടുവന്നത്?
ആ പണ്ഡിതൻ അവിടെ ഇസ്ലാമിൻ്റെ ചരിത്രമാണ് പറയുന്നത്. ഇസ്ലാമിൻ്റെ ചരിത്രവും അബ്ദുൽ നാസർ മദനിയുമായിട്ട് എന്താണ് ബന്ധമുള്ളത്? അപ്പോൾ തനിക്കറിയാം ഈ വിഷയം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അബ്ദുൽ നാസർ മദനി ഇതിനകത്ത് കുത്തിക്കയറ്റി കഴിഞ്ഞാൽ സംഖ്യകൾക്ക് അതൊരു എരിവും പുളിപ്പുമായി, സംഖ്യകൾക്കൊന്ന് സൂഹിക്കാം അല്ലേ, സംഖ്യകൾക്കൊരു സന്തോഷമായി. വരണാറി ഇസ്ലാം ഒരു ഭീകര മതമാണെന്ന് വരുത്തി തീർക്കാൻ നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. എങ്ങനെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു വർഗീയത, ഒരു കലാപം ഉണ്ടാക്കുക. ഇസ്ലാം ഒരു ഭീകര മതമാണ്, മറ്റുള്ള മതക്കാർ ഇത് ഇസ്ലാമിനെ വെറുക്കണം, എന്നിട്ട് തമ്മിലടിപ്പിക്കണം. ഭയങ്കര പരിശ്രമമാണല്ലോ ഓളാനേക്ക് പറനാറി. ഒഴുകി ബോധരഹിതനായി വീണു. അന്ന് ശമിച്ചു. ആ അടിച്ച വ്യക്തിയുടെ തല അറുത്തെടുത്തു. അബൂബക്കറുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാൻ ബഹുമാനപ്പെട്ടതാകുന്ന അലിയാർ തങ്ങളുണ്ട്, ബദറിൽ പങ്കെടുത്ത മഹത്തുക്കളുണ്ട്. പക്ഷേ അവർക്കാർക്കും കിട്ടാത്ത നേട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല വകവെച്ചു കൊടുത്തത് ഖുർആനിൽ തൊട്ട് കളിച്ചവനാണ്. ഖുർആനിനെ തൊട്ട് കളിച്ചവർക്കെതിരെയാണ്. ഖുർആനിനെ പരസ്യപ്പെടുത്തിയതിന്റെ പേരിൽ പ്രബോധന മേഖലയിൽ വിഷമം അനുഭവിച്ച മനുഷ്യന് അല്ലാഹു സാന്ത്വനം കൊടുത്തു. ആ വിഷമിപ്പിച്ചവന്റെ തല അറുത്തുകൊണ്ട് എത്ര മനോഹരമായ സമാധാനം നൽകട്ടെ. തീർച്ചയായിട്ടും ഇസ്ലാം തലയറുത്തു. അള്ളാഹു എന്ത് ചെയ്യട്ടെ എന്ന് എന്തൊക്കെ പറയണത്. ഇവന്മാരെ കണ്ട് വലിയ തൊല്ലയല്ലോ. എടാ പറനാറി ആരിഫേ, എന്താടാ നീ കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കൈ കൊണ്ട് ഒരു ആക്ഷൻ കാണിച്ചിട്ട് ആക്കലി പറനാറി. ആ പണ്ഡിതൻ അവിടെ പറയുന്ന ഇസ്ലാമിൻ്റെ ചരിത്രമാണ്. അതായത് മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ നടന്ന ചരിത്രത്തെക്കുറിച്ചാണ് അവിടെ ആ പണ്ഡിതൻ സംസാരിക്കുന്നത്. ഏത് മതത്തിലാണോ ചരിത്രം ഇല്ലാതിരുന്നിരിക്കുന്നത്? ഹിന്ദു മതത്തിൽ ചരിത്രമില്ലേ? അവിടെയും വാളും കുന്തവും ഗതയും അമ്പുമ്പില്ലൊക്കെ കൊണ്ട് യുദ്ധം നടന്നിട്ടില്ലേ? അവിടെ തലവെട്ടി മാറ്റലും കുത്തിക്കൊല്ലലും കുന്തം കൊണ്ട് കുത്തിക്കൊല്ലുകയൊക്കെ ചെയ്തിട്ടില്ല. ആ യുദ്ധത്തിലും ക്രിസ്തു മതത്തിലില്ല യുദ്ധങ്ങൾ നടന്നിട്ടില്ലേ? പിന്നെന്താടാ പറനാറി ഹിന്ദു മുസ്ലിം മതത്തിൽ നോക്കിയിട്ട് കേട്ടല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ കുരുങ്ങിൽ പറനാറി. ഇസ്ലാം മതത്തിൽ മാത്രമോടാ യുദ്ധം നടന്നിട്ടുള്ളൂ? എല്ലാ മതത്തിലും യുദ്ധം ഉണ്ടല്ലോടാ. അതെന്താ നീ പറയാത്ത പറനാറി? അത് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കറിയാം സംഖ്യകൾ നിന്റെ രണ്ട് കാലം പിടിച്ച് വലിച്ചു കീറി ചുമരിൽ ഭിത്തിയിലൊട്ടിരിക്കുന്നത് നിനക്ക് നല്ലപോലെ അറിയാം. ഒന്നും വേണ്ട, ഈ സംഖ്യകളൊന്ന് കുറ്റം പറ, RSSനൊന്ന് കുറ്റം പറ, BJP ഒന്ന് കുറ്റം പറ, പാരനാറ് പേടിത്തുറി. നീ പറയില്ല, നിന്റെ അണ്ടി വിറയ്ക്കും. കാരണം അവർ നിന്റെ ചുമരിലൊട്ടിക്കും. അത് നിനക്ക് നല്ല പറയാം. ഇസ്ലാമിനെ പറയുമ്പോൾ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ളത് നിനക്ക് നല്ലപോലെ അറിഞ്ഞുകൊണ്ടല്ലോ പറഞ്ഞാറി ഈ വീഡിയോ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ കയ്യും കാലൊക്കെ കാണിച്ചിട്ട് ആക്ഷനൊക്കെ കാണിക്കുന്ന ഊളെ. അല്ല, ഇസ്ലാമിൽ നടക്കുന്ന യുദ്ധം മാത്രമേ യുദ്ധമുള്ളൂ. ഇസ്ലാമിന് മാത്രമേ യുദ്ധം ഒരു പ്രശ്നമായിട്ട് മാറില്ല. ഇസ്ലാമിന് ചരിത്ര യുദ്ധത്തിൻ്റെ കാര്യമാണ് ഊള പറയുന്നത്. ചരിത്ര യുദ്ധം നടക്കുന്ന എല്ലാ മതത്തിലും ചരിത്ര യുദ്ധം നടന്നിട്ടില്ലടാ പരനാറി. ആ ഉണ്ടാകാമെന്നിരിക്കുന്നു കേവൻ. ചില ചരിത്ര സംഭവങ്ങൾ എടുത്തുകൊണ്ടിരിക്കും. അതായത് പണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്താണ് ചെയ്തത്, അവിടെ നമ്മളുടെ അബൂലഹബിന് എന്താണ് സംഭവിച്ചത്, അതേ അവസ്ഥ ആരിഫിന് വരും എന്ന് പറഞ്ഞു വെക്കുമ്പോൾ എന്താണ് അതിന്റെ ഉദ്ദേശം? ഈ വീഡിയോ ഒന്നാമത് ഞാൻ ഒരുപാട് കെട്ടാക്കി മാറ്റിയിരിക്കണം. കാരണം ആ ഉസ്താദിനെ പരമാവധി, ആ ഉസ്താദ് പറയുന്ന ചരിത്രകഥയെ പരമാവധി വിമർശിച്ച് കളിയാക്കി മാറ്റിയൊക്കെ കാണാൻ ഈ പറനാറിൻ്റെ അത് പറയുന്നത്. ഈ ആരിഫ് കുഷൻ എന്ന് പറയുന്ന ഈ പറനാറ് പറയുന്നത് അറിയാലേ, നമുക്ക് അറിയുന്ന കാര്യമല്ലേ. കാരണം അങ്ങനെയാണല്ലോ ഈ പറനാറ് ജീവിക്കണത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് വിമർശിച്ചിട്ടും കാര്യമില്ല, ഈ വീഡിയോ ഫുള്ളായിട്ട് കാണിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. ഈ പറനാറി എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറനാറിനോട് എനിക്ക് പറയണ്ട, ആരിഫ് കുഷൻ പറനാറിനോട് പറയാനുള്ളത്, ആ ഉസ്താദ് അവിടെ പറയുന്നത് ഇസ്ലാമിൻ്റെ ചരിത്രമാണ്. അതായത് ആ മുസ്ലിം എന്ന് പറയുന്നത് പണ്ട് മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ മക്കയിലും മദീനയിലും നടന്ന ഒരു കഥയാണ് ആ ഉസ്താദ് അവിടെ പറയുന്നത്. അതായത് ആ മുസ്ലിം എന്ന് ഉദ്ദേശിക്കുന്നത് നിന്നെപ്പോലുള്ള നാറികളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്തായാലും ആ സമയത്ത് മക്കയിലും മദീനയിലും ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ഒന്നും ഇല്ലല്ലോ, മുസ്ലിംകൾ തന്നെ ഉള്ളൂ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ. അപ്പോൾ ആ സമയത്ത് നിന്നെപ്പോലുള്ള നാറികൾ, അതായത് ഇസ്ലാം മതത്തിൽ ജനിച്ച് വളർന്നുകൊണ്ട് ഇസ്ലാം മതം വിട്ടുപോയി എന്നും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ പേര് വെച്ചിട്ട് മറ്റുള്ള ശത്രുക്കൾക്ക് വേണ്ടിയിട്ട് കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന, ഇസ്ലാം മതത്തിൻ്റെ കുതികാൽ വെട്ടി ഇസ്ലാം മതത്തിൽ നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന നിന്നെപ്പോലുള്ള നാറികൾക്കുള്ള മറുപടിയാണ് അവിടെ ഉസ്താദ് പറയുന്നത് ചരിത്രത്തിൽ കൂടെ. അത് സത്യം തന്നെയല്ലേ? ഇനി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വരികയാണെങ്കിൽ, എടാ വരനാറി ആരിഫെ, ഇസ്ലാം മതം ഒരു സമാധാനമായ ഒരു മതമായതുകൊണ്ടാണ് നീ ഈ മന്തിയിൽ നിന്നുകൊണ്ട് ഈ വീഡിയോ ഇട്ടിട്ട് ഈ നെളിച്ചിങ്ങനെ വർത്തമാനം ചലക്കണത്. ഇസ്ലാം ഒരു ഭീകര മതമാണെങ്കിൽ നിന്റെ ഈ ചവിട്ടിലടിച്ചടിയിൽ പൊന്നിച്ച് ഈ വഴി കൂടെ പറക്കും ആരിഫ് ഹുസൈനെ. അത് നിനക്ക് നല്ലപോലെ അറിയായിരിക്കും. അപ്പോൾ നമ്മളൊരു അഭിപ്രായത്തിൽ പറയുന്നത്, നിന്നെപ്പോലുള്ള നാറി, ആരിഫിനെ പോലുള്ള നാറിനെ അടിച്ച് ഈ കേരളത്തിൽ നിന്ന് തൂലുകെട്ട് കൊണ്ട് അടിച്ച് പൊട്ടിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.
കാരണം എന്താ വെച്ചാൽ നിന്നെക്കൊണ്ട് നാട്ടിനും ഗുണമില്ല, വീട്ടിനും ഗുണമില്ല, മതത്തിനും ഗുണമില്ല, ഒരു പട്ടിക്കുട്ടിക്ക് പോലും ഒരു ഗുണമില്ല. കാരണം 24 മണിക്കൂറും വർഗീയതയും പറഞ്ഞ് മറ്റുള്ള മതക്കാരെയും മുസ്ലിം മതത്തെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി കടന്ന് പരിശ്രമിക്കുന്ന ഒരു വരനാറി നിന്നെ ഈ നാട്ടിൽ നിന്ന് അടിച്ചു ഓട്ടിക്കുക, അല്ലെങ്കിൽ നിന്റെ കാലം കയ്യെ തല്ലി ഒടിക്കുക എന്നുള്ള തന്നെയാണ് ഒരു യഥാർത്ഥം. നീ കൊണ്ട് കേസ് കൊടുക്കും മൈല.